ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എനിമി കിങ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2002 ഒക്ടോബർ 3 ജപ്പാൻ റിലീസായ നറൂട്ടോ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ്. വളരെ രസകരമായ ഈ വെബ് സീരീസിനെ കുറിച്ച് അപ്പം തുടങ്ങല്ലേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പൂർണ്ണ ചന്ദ്രനാണ്. അതിൻ്റെ അടുത്തായിട്ട് വലിയ 9 വാലുള്ള ഒരു കുറുക്കനെ. ആ കുറുക്കനാണെങ്കിൽ വില്ലേജ് പോയി നശിപ്പിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോർത്ത് ഹൊക്കാഗയുടെ എൻട്രി. ഫോർത്ത് ഹൊക്കാഗെ വന്നിട്ട് ഒരു കുട്ടിക്കുള്ളിൽ ഇതിനെ സീൽ ചെയ്ത് വെച്ചു. പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ഒരു പെയിൻറ്റ് ബക്കറ്റും പിടിച്ച് ഇഡലീഫിൽ മൊത്തം ചുറ്റി വളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഓൻ്റെ വയറ്റിൽ കുറച്ച് നിഞ്ചസ് ഉണ്ട്. വെറുതെ ഒന്നുമല്ല, ഈഡൻ ലീഫിലെ മഹാന്മാരായ ലീഡേഴ്സിൻ്റെ ശില്പങ്ങളുണ്ട് അവിടെ. അത് മുഴുവൻ പെയിൻറ്റ് വെച്ച് നശിപ്പിക്കുന്നതാണ് ഇവൻ്റെ പ്രധാന പടി. അങ്ങനെ ഇവൻ്റെ കയ്യിലൊന്നും പെടാതെ ഇവനങ്ങനെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് 2 ഇഞ്ചസ് വന്ന് തേർഡ് ഹൊക്കാഗയുടെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. തേർഡ് ഹൊക്കാഗെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, പിടിച്ചു കൊണ്ടുവരാനും പറയും. പിന്നെ നറൂട്ടോ അവരെ പറ്റിച്ച് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും ഇറുക്ക സെൻസെ എന്ന അവൻ്റെ ടീച്ചർ ബാക്കിൽ. അവനാണെങ്കിൽ തുള്ളിച്ചാടും. എന്തിനാണ് ഈ ക്ലാസ് വെക്കുമ്പം ഇവിടെ വന്ന് നിൽക്കണേ, ക്ലാസ് പോയി ഇരിക്കടാന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോയി കെട്ടി ക്ലാസ് കൊണ്ടുപോയിടും. എന്നതിന് ശേഷം ഇന്നൊരു എക്സാം നടക്കാൻ പോവാണ്. ഫസ്റ്റത്തെ സാക്കുറ പറഞ്ഞ പെൺകുട്ടി വരും. അവൾ വളരെ നന്നായിട്ട് തന്നെ വേഷം മാറും. പിന്നെ നറൂട്ടോ വന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ വേഷമായിരിക്കും. ഇത് കണ്ട് ഇറുക്ക സെൻസെ അവനോട് ചൂടാവാൻ വേറെ ഒന്നും ഉണ്ടാവില്ല ബാക്കി. പിന്നെ ഇറുക്ക സെൻസെ ആണെങ്കിൽ ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കായിരിക്കും ആ ഒക്കാകമാരുള്ള പെയിൻറ്റ് മാറ്റാൻ. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഒത്തിരി പണിയെടുപ്പിച്ചതല്ലേ വിചാരിച്ച് ഇവനക്ക് ഇച്ചിറാക്കു വാങ്ങിക്കൊടുക്കും. ഇച്ചിറാക്കു രാമൻ. പിറ്റേ ദിവസമാണെങ്കിൽ നറൂട്ടോൻ്റെ അടുത്ത ടെസ്റ്റ്. നറൂട്ടോ എന്നാൽ വമ്പൻ ആക്ഷൻസൊക്കെ ഇട്ട് ചെയ്യും. വരികയാണെങ്കിൽ ഒരു ചത്ത ശവം വരെയുള്ള ഒരു ഷാഡോ ക്ലോൺ ആയിരിക്കും. ഇത് കണ്ട് അപ്പുറത്തിരിക്കുന്ന ഇസൂക്ക ചോദിക്കും, ഇവൻ ആൾ കൊള്ളാമല്ലോ എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നറൂട്ടോക്കെ ആണെങ്കിൽ കലി കയറി വരും. ഇവനെ കളിയാക്കല്ലേ. അത് കൂടാതെ ആണെങ്കിൽ ഇവനാണെങ്കിൽ ഇവൻ്റെ ടീമിലും ഇവൻ്റെ കൂട്ടുകാരൊന്നും കളിക്കാനും കൂട്ടില്ല. അപ്പോൾ ഇസൂക്ക സെൻസെ വന്നാണ്ട് ഇവനെ വിളിച്ചിട്ട് ഒരു വേറെ സ്ഥലത്ത് കൊണ്ടുപോകും. എന്നതിന് ശേഷം ഇവൻ്റെ ഉള്ളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കുത്തി നിറച്ച് ഇഡൻ ലീഫിൽ ഫോർത്ത് ഹൊക്കാഗേൻ്റെ ഒരു സ്ക്രോൾ ഉണ്ട്, അത് അടിച്ചു മാറ്റി കൊണ്ടുവന്നാൽ എനിക്ക് ഇനിയും പവർഫുൾ ആവാമെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട പതി കേൾക്കാത്ത പതി നറൂട്ടോ ആണെങ്കിൽ അത് എടുക്കാനും പോകും. ഇവിടെ ഇറുക്ക സെൻസെ ആണെങ്കിൽ തൻ്റെ കുറ്റബോധമൊക്കെ അടിച്ച് തൻ്റെ പോലെ തന്നെയാണല്ലോ നറൂട്ടോ എന്ന് ആലോചിച്ച് കിടക്കുകയാണ്. ഈ നറൂട്ടോ നൈറ്റ് ഫോക്സിൻ്റെ ആക്രമണത്തിൽ നറൂട്ടോൻ്റെ അച്ഛനും അമ്മയും മരിച്ച പോലെ തന്നെ ഇറുക്ക സെൻസയുടെ അച്ഛനും അമ്മയും നൈറ്റ് ഫോക്സിൻ്റെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കക്കാഷി സെൻസെ ആണെങ്കിലോ ഇവൻ്റെ വാതിലിന് തട്ടുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇഡൻ ലീഫിലെ മെയിൻ സ്ക്രോള് അത് കാണാതായി എന്ന് പറയും. ഇവനാണെങ്കിൽ അത് ഞെട്ടും. തേർഡ് ഹൊക്കാഗാണെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയ തേർഡ് സ്ക്രോൾ തിരയാനായിട്ട് പറയും. ഇറുക്ക സെൻസെ ആണെങ്കിൽ എന്തോ ഡൗട്ട്. ഇറുക്ക സെൻസെ നേരെ കാട്ടിലേക്ക് എല്ലും. നറൂട്ടോ ആണെങ്കിൽ ഇവിടെ സ്ക്രോള് മോഷ്ടിച്ച് ഇസൂക്കൊക്കെയായിട്ട് കാത്തിരിക്കുകയായിരിക്കും. ഇസൂക്കൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവനെ നൈസിന് തട്ടി മാറ്റിയിട്ട് ആ സ്ക്രോൾ എടുത്ത് കൊടുത്ത് മുങ്ങി ഓവർ പവർഫുൾ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നറൂട്ടോ പറയും, ഇതിന് ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരു ജുറ്റ്സു ഞാൻ പഠിച്ചു, ഇതെനിക്ക് പറഞ്ഞു തന്നത് ഇസൂക്കയാണെന്ന് ഇവനോട് പറയും. ഇത് കേട്ട് ഇറുക്കൊന്ന് ഞെട്ടും. നോക്കിയപ്പം ഒരുപാട് കൂടായി ബാക്കിൽ സ്പീഡിൽ വരുന്നു. നോക്കിയപ്പോൾ അത് മിസൂക്ക ആയിരിക്കും. നറൂട്ടോക്കാണെങ്കിൽ കലി കയറും. നറൂട്ടോക്കാണെങ്കിൽ ഇഷ്ടമുള്ള ടീച്ചറാണല്ലോ. മിസൂക്ക പറയും, ഞാൻ നിന്നോടൊരു സീക്രറ്റ് പറയാൻ പോവുകയാണ്, നീ ഇതുവരെ അറിയാത്തൊരു സീക്രറ്റ്. എന്താണെന്ന് വെച്ചാൽ നീ നയൻ ടെയിലിൻ്റെ ആ ആക്രമണത്തിൽ നിൻ്റെ ഉള്ളിലേക്കാണ് ആ നയൻ ടെയിൽ എന്ന് പറയാൻ വരുമ്പോൾ ഇറുക്ക സെൻസെ പറയും, അത് ഒരിക്കലും പറയരുതെന്ന് പറയും. പക്ഷെ മിസൂക്ക പറയുക തന്നെ ചെയ്യും. നിൻ്റെ ഉള്ളിലാണ് ആ നയൻ ടെയിലിനെ അടക്കി സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഫ്രണ്ട്സും കൂട്ടുകാരും അങ്ങനെ ആരും ഇല്ലാത്തത്. എല്ലാവരും എന്നെ ആരും മൈൻഡ് ചെയ്യാത്തതും എന്നെ ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നറൂട്ടോക്കാണെങ്കിൽ കലി കയറും.
അവൻ്റെ ചക്ര ഫുള്ള് പുറത്ത് കണ്ട് വരും. ഇസൂക്കാണെങ്കിൽ പിന്നെയും പിന്നെയും എന്താ പറയുക ഓനിട്ട് പണിഞ്ഞോണ്ടേ നിൽക്കും. പിന്നെ വലിയൊരു ഷുരീക്കൻ എടുത്തിട്ട് ഈ നറൂട്ടോൻ്റെ ബാക്ക് തന്നെ അറിയും. അതാണെങ്കിൽ വന്ന് ഇറൂക്കായിരിക്കും. ഇറൂക്കാണെങ്കിൽ നോക്കി നറൂട്ടോനോട് ഓടാൻ പറയും. നറൂട്ടോ ഓടി ചെന്നിട്ട് മരത്തിൻ്റെ ബാക്കിലിരിക്കും. എന്നതിന് ശേഷം ഇവരെ സംഭാഷണം മുഴുവൻ ഇരുന്ന് കേൾക്കുമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് മിസൂക്ക പറയും ഇറൂക്കനോട് അവനൊരു 9 അവനെ മൈൻഡ് ചെയ്യേണ്ട, അവൻ അങ്ങനെയാണ്, അവനെക്കൊണ്ട് ഞാൻ എന്തായാലും സ്ക്രോൾ അടിച്ച് മറ്റേ പോവാണെന്ന്. അപ്പോൾ ഇറൂക്ക പറയും അവനൊരു 9 അവൻ നറൂട്ടോ ഒസുമാക്കിയാണെന്ന്. അവനെപ്പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ നറൂട്ടോയുടെ കണ്ണിൽ നിന്ന് വെള്ളം ചാടും. അങ്ങനെ അധികം വൈകാതെ ഈ മിസൂക്കാണെങ്കിൽ വലിയൊരു ഷുരീക്കൻ എടുത്തിട്ട് ഇറൂക്കൻ്റെ നേരെ എറിയും. എവിടെ നിന്ന് കിട്ടും ഒരേറ്റ തൊഴി. നോക്കുമ്പോൾ നറൂട്ടോ ആണെങ്കിൽ മിസൂക്കനെ അടിച്ച് തെറിപ്പിച്ചിട്ട് നിർത്തണ്ട മോനെ. അത് കഴിഞ്ഞിട്ട് അവൻ ആ പഠിച്ച ജുത്സു വെച്ചിട്ട് അവൻ അടിച്ച് തീർക്കും. പിന്നെ കാണിക്കുക ഇറൂക്കായിരിക്കും. ഇറൂക്ക പറയും നീ ഗ്രാജുവേറ്റ് ആയിന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുന്നേ തന്നെ നറൂട്ടോ മേത്തേക്ക് ചാടി വെക്കും സന്തോഷം കൊണ്ട്. അങ്ങനെ എപ്പിസോഡ് 1 അവിടെ കഴിയും. എപ്പിസോഡ് 2 കാണിക്കുന്നത് നറൂട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നതാണ്. നറൂട്ടോ ആണെങ്കിൽ വമ്പം പോസൊക്കെ ഇട്ടൊരു 1.5 ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഇത് അക്കാഡമിയിൽ ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാനാണ്. ഈ ഫോട്ടോ നറൂട്ടോനെ കാണുമ്പോൾ നിൻ്റെ ഹെഡ് ബാൻഡ് എവിടെ ചോദിക്കും. അത് പിന്നെ ഞാൻ അലക്കാനിട്ടതാണെന്ന് പറയും. അപ്പോൾ തേർഡ് ഹൊക്കാഗെ പറയും ഇജ് എല്ലാം ഇങ്ങനെ അലക്കി നടന്നോ, ഇനി എന്തായാലും ഇത് നല്ല ഫോട്ടോ എടുത്തു പോകാന്ന് പറഞ്ഞിട്ട് അവൻ ആട്ടി ഓടിക്കും. അവനക്കാണെങ്കിൽ കല്ലിങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ അവൻ തേർഡ് ഹൊക്കാഗയ്ക്ക് ഒരു പണി കൊടുക്കാൻ വെച്ചിട്ട് വീണ്ടും ആ പെണ്ണിൻ്റെ രൂപത്തിലേക്ക് മാറും. തേർഡ് ഹൊക്കാഗയ്ക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നിട്ടാണോന്നറിയില്ല, മൂക്കിന്ന് കുറച്ച് ചോരൊക്കെ വരുന്നുണ്ട്. പിന്നെ തേർഡ് ഹൊക്കാഗെ നിർത്താണ്ട് പോടാന്ന് പറഞ്ഞ് അവൻ ആട്ടി ഓടിക്കുമ്പോഴാണ് ഒരു ചെറിയ ചെക്കൻ നറൂട്ടോൻ്റെ അടുത്തേക്ക് വരിക. നറൂട്ടോൻ്റെ അടുത്തേക്ക് തന്നെ ഈ ഹാളിലേക്ക് കയറി വന്ന് ഒരു വമ്പൻ ആക്ഷൻസൊക്കെ ഇട്ട് ഓടുമ്പോൾ തന്നെ അവൻ അവിടെ കാല് തട്ടി വിരിക്കും. എന്നതിൻ്റെ ശേഷം തേർഡ് ഹൊക്കാഗെ നോക്കിട്ടോനെ ഇത് തേർഡ് ഹൊക്കാഗേൻ്റെ പേരക്കുട്ടിയാണെന്ന് നറൂട്ടോക്ക് അറിയില്ല. അപ്പോൾ ആ ടൈമിൽ തന്നെ ഇവനെ പഠിപ്പിക്കും ഇസുസെൻസ് അവിടേക്ക് വരും. അത് കണ്ട് പിന്നെ കൊനഹമാരു എന്നാണ് ഈ കുട്ടിയുടെ പേര്. കൊനഹമാരു ആണെങ്കിൽ നറൂട്ടോൻ്റെ അടുത്തേക്ക് വന്ന് നീയല്ലേ എൻ്റെ ഇത് ഉന്തിട്ട് നിൽക്കും. നറൂട്ടോ ആണെങ്കിൽ അവിടെ എങ്ങനെ ഫോട്ടോ മറ്റോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് നറൂട്ടോക്കാണെങ്കിൽ ഇരച്ച് കയറും. അപ്പോൾ ആ ഇബൂസ സെൻസെ പറയും ഇത് തേർഡ് ഹൊക്കാഗെൻ്റെ പേരക്കുട്ടിയാണെന്ന് പറയും. ഇതേത് മാങ്ങാണ്ടി ആയിക്കോട്ടെ ഞാൻ ഇവനിട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് മടക്കി ഒരൊറ്റ അടിയുണ്ട് കൊടുക്കും. അതിലവൻ തലയും കുത്തി വയ്ക്കും. തേർഡ് ഹൊക്കാഗെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കയ്യിലിരിപ്പാണെന്നുള്ള ഭാവത്തിൽ അവിടെ തന്നെ നിൽക്കും. ഈ ബിസുസെൻസ് ആണെങ്കിൽ ഇതൊക്കെ കണ്ട് തൊള്ള തുറന്ന് നിൽക്കാവും. ഈ അടി കെട്ടുകയാണെങ്കിൽ കൊനഹന്മാരവിടെ നിലത്ത് കിടക്കാവും. പിന്നെ ഈ ബിസുസെൻസ് തേർഡ് ഹൊക്കാഗെനോടാണ് പറഞ്ഞ് തിരിയുമ്പോൾ കുട്ടികളെ കാണാണ്ടാവില്ല. അപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തേർഡ് ഹൊക്കാഗെ പറയും അത് നറൂട്ടോൻ്റെ കൂടെ പോയി കൊനഹമാരു എന്ന്. പിന്നെ കാണിക്കുക നമ്മളെ നറൂട്ടോനായിരിക്കും. നറൂട്ടോൻ്റെ വെയ്ത്തലെ തന്നെ പറ്റിപ്പിടിച്ച് അവിടെ ഇവിടെ നിന്നുകൊണ്ട് കൊനഹമാരു അവൻ്റെ വെയ്ത്തലുണ്ടാവും. ഒരു സ്ഥലത്തുനിന്ന് വെച്ച് നറൂട്ടോ കൊന കിട്ടും ചെയ്യും. അപ്പം ചെറിയ ചെക്കൻ ചോദിക്കും എനിക്ക് ആ തേർഡ് ഹൊക്കാഗെൻ്റെ മുമ്പിൽ വെച്ച് ചെയ്ത ജുട്സു പഠിക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു വലുതായിട്ടൊരു ഹൊക്കാഗെ ആവണമെന്ന് പറയും. നറൂട്ടോൻ്റെ ആഗ്രഹം ഹൊക്കാഗെ ആവണത് തന്നെയാണ്. അപ്പോൾ രണ്ടാളും അങ്ങനെ പറഞ്ഞ് ഒരു ഡിസ്കഷനിലെത്തി രണ്ടാൾക്കാരും അങ്ങനെ ഫ്രണ്ട്സ് ആവും. അപ്പം നീ ആദ്യം ട്രാൻസ്ഫോർമേഷൻ ജുട്സു ചെയ്യാൻ പറയും. ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കും. അതേമാതിരി ചെയ്യും, പക്ഷെ ഒരു വലിയ ഉണ്ടപ്പക്കുറമായിട്ടായിരുന്നു വരിക. അപ്പം നറൂട്ടോ അടി കിട്ടു. അങ്ങനെ ഓരോന്നും ചെയ്ത് നറൂട്ടോക്ക് മാത്രമായിട്ട് അടി കിട്ടുക. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അടി കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ചെറിയ ചെക്കൻ പറയും ഞാൻ ലോഡിൻ്റെ കൊച്ചുമകനായതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും റെസ്പെക്റ്റ് മാത്രം തരുന്നത്. എനിക്ക് റെസ്പെക്റ്റ് കൂടിയത് കൊണ്ട് കുട്ടികളെല്ലാവരും എന്നെ കളിക്ക് കൂട്ടിയില്ല. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കത്തേ ഉള്ളൂ. അത് മാത്രമല്ല എല്ലാവരും എന്നെ റെസ്പെക്റ്റോട് കൂടിയാണ് നോക്കുന്നതെന്ന്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രശ്നമാണെങ്കിലോ നറൂട്ടോക്കും അവൻക്കാരും റെസ്പെക്റ്റ് കൊടുക്കാഞ്ഞിട്ടാണ്. കൊനഹമാരുക്കാണെങ്കിൽ ഓൻ്റെ മുത്തശ്ശൻ ഹൊക്കാഗെ ആയതുകൊണ്ട് റെസ്പെക്റ്റ് കൂടിയിട്ടു. ആ
രണ്ടാളും പിന്നെയും ഒന്നാവും. രണ്ടാളും നല്ല അടിപൊളി ഫ്രണ്ട്സാവും. അങ്ങനെ നറൂട്ടോ ആ ജുറ്റ്സു പഠിപ്പിച്ചു കൊടുക്കും. ഒരുപാട് പരിശ്രമിച്ച് ഓരോന്ന് നറൂട്ടോ പറഞ്ഞു കൊടുക്കുമ്പോഴും കൊനഹമാരും അതിനെതിരായിട്ടാവും പറയാം. നറൂട്ടോൻ്റെ ഒരു ആഗ്രഹം ഹൊക്കാഗെ ആവുക എന്നാവും. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും യുദ്ധം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും. പിന്നെ കാണിക്കുക നമ്മുടെ ഇറൂക്ക സെൻസെ ഹൊക്കാഗേൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. ഇറൂക്ക സെൻസെ പറയും അവൻക്ക് വലുതായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു ഹൊക്കാഗെ ആവാനും പ്രശസ്തനാവാനുമാണ് ഇഷ്ടം. അത് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തേർഡ് ഹൊക്കാഗെ പറയും അത് ജനങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും മാറില്ല. പക്ഷേ ഒന്നും അറിയാത്ത ഇപ്പോഴും കുറേ കുട്ടികളുണ്ട്. അവൻ വലുതാകുമ്പോഴത്തേക്കും കുട്ടികളും വലുതാവും. പിന്നെ അവനെല്ലാവരും അംഗീകരിക്കും. ഫോർത്ത് ഹൊക്കാഗെയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവനെ എല്ലാവരും ഒരു ഹീറോയി കാണണമെന്നായിരുന്നു. പക്ഷേ അവനെ ആരും ഇന്ന് ഹീറോയി കാണുന്നില്ല. പക്ഷേ കുട്ടികൾ ഭാവിയിൽ അവനെ എന്തായാലും നല്ല നിലയിൽ കാണുമെന്ന് പറയും. ഇവിടെ ആണെങ്കിലോ ഇബൂസ സെൻസെ, അതായത് നമ്മളെ കൊനഹമാരു ചെക്കൻ്റെ സെൻസെ വരും. എന്നുവെച്ചാൽ നറൂട്ടോനെ പറ്റി പലതും പറഞ്ഞിതാക്കുമ്പോൾ നറൂട്ടോ ചെയ്ത അതേ ജുത്സു തന്നെ ഇവിടെ കൊനഹമാരും ചെയ്യും. ഇത് കണ്ട് കോയിയായ നമ്മുടെ ഇബൂസ സെൻസെ ആണെങ്കിൽ ഇവിടെ വണ്ടറടിച്ച് നിൽക്കും. പിന്നെ അവനെ പറ്റി കുറേ ഇല്ലാത്തത് പറയുമ്പോൾ ഓൻ കുറേ ക്ലോണിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മുഴുവൻ ലേഡീസാക്കിയിട്ട് ഈ കോയിനാണ്ട് വശീകരിച്ചെടുക്കും. അതോടെ ആ കോയിൻ്റെ കഥ കഴിയും. പിന്നെ ഈ വലിയ ഹൊക്കാഗേനായിരിക്കും കാണിക്കുക. ഹൊക്കാഗേക്കാണെങ്കിൽ നറൂട്ടോൻ്റെ കാര്യം ആലോചിച്ച് ഭയങ്കര പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഈ ഷാഡോ ക്ലോൺ ജുറ്റ്സുവിനെ പറ്റി ചോദിച്ചുകൊണ്ട് നറൂട്ടോൻ്റെ അടുത്തേക്ക് കൊനഹമാർ പിന്നെ എനിക്ക് ആ ജുറ്റ്സു പഠിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ് ചെല്ലും. അങ്ങനെ നറൂട്ടോനെ ഒരുപാട് ചോദിച്ച് വെറുപ്പിക്കുന്ന ടൈമിൽ നറൂട്ടോക്ക് കലി കയറിയിട്ട് പറയും എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല, നമ്മൾ രണ്ടാൾ ശത്രുക്കളാണെന്ന് പറയും. അപ്പോൾ കൊനഹമാരും പറയും അതെ നമ്മൾ രണ്ടാൾ ശത്രുക്കളാണെന്ന്. ഇതൊക്കെ കണ്ട് ഹൊക്കാഗേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം നറൂട്ടോ ഹായ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് 15-ാം തീയതിയാണെന്ന് കാണും. ആളിപ്പോൾ ഒരു നിഞ്ച ആയതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറ്റി നിഞ്ച ബാൻഡ് കെട്ടു. നിഞ്ച ബാൻഡ് അവനക്ക് കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ ഹുങ്കിൽ നടന്നു വരുമ്പോഴാണ് കൊനഹമാരി ചെക്കനെ കാണാം. ഓനാണെങ്കിൽ ഇവനായിട്ട് ഫൈറ്റിന് നിൽക്കുമ്പോൾ നറൂട്ടോ പറയും എനിക്ക് ചെറിയ ചെക്കന്മാരായിട്ടൊന്നും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാനിപ്പോൾ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, എനിക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറയും. അങ്ങനെ ക്ലാസ്സിൽ എത്തിക്ക് നറൂട്ടോ ക്ലാസ്സിലേക്ക് പോകും. ഇവിടെ ഒരു സാക്കുറ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാണിക്കും. സാക്കുറ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുഖ്യ ശത്രുവായിട്ടുള്ള ഈനോയെ കാണും. രണ്ടും ഒരിക്കലും ശരിയില്ല. രണ്ടാൾക്കാർ എപ്പോഴും ഇതാവും. 1, 2, 3 പറഞ്ഞ് രണ്ടാൾക്കാർ പൊരിഞ്ഞടി. രണ്ടാൾക്കാർ പിന്നെ ഓട്ട മത്സരം വെച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നറൂട്ടോനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ശിക്കന്മാരും എന്ന് പറഞ്ഞ ചെക്കൻ വരുമ്പോൾ നറൂട്ടോ ആണെങ്കിൽ ഹെഡ് ബാൻഡ് കിട്ടിയാൽ ഭയങ്കര തള്ളലാണ്. ഇവിടെ രണ്ടാൾ ഓടിക്കയച്ച് രണ്ടാൾക്കാർ നല്ല തല്ലുകൂടി വരുമ്പോൾ നറൂട്ടോയെ തന്നെ സാക്കുറ നോക്കും. അപ്പോൾ നറൂട്ടോ ആയിരിക്കും ഇവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് അറിഞ്ഞോ, അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുമ്പോൾ സാക്കുറ ഓടി ചെന്നിട്ട് നറൂട്ടോ കെട്ടിപ്പിടിക്കാനായിരിക്കും നിൽക്കുക. സാക്കുറ ഓടി ചെന്നിട്ട് നറൂട്ടോനെ തട്ടി മാറ്റി ഒരു കൂളായിട്ടുള്ള സാസ്കെ എന്ന് പറഞ്ഞ ചെക്കൻ ഉണ്ടാവും. ഈ സാസ്കെ ആണെങ്കിൽ എല്ലാ പരീക്ഷയിലും ഒന്നാമനാണ്. കാണാനും ഭയങ്കര ലുക്കാണ്. എല്ലാ പെൺകുട്ടികൾക്കും സാസ്കേനെ നോക്കി നടക്കലാണ്. അപ്പോൾ ഈ നറൂട്ടോക്കും ആണെങ്കിലോ സാസ്കേനാണെങ്കിൽ തീരെ ഇഷ്ടമല്ല. നറൂട്ടോയും സാസ്കെ ആണെങ്കിൽ ഒരിക്കലും ചേരില്ല. അപ്പോൾ ബാക്ക് നിർത്തം വന്ന് തട്ടുമ്പോൾ നറൂട്ടോയും സാസ്കെ ആണെങ്കിൽ ഉമ്മ വെക്കും. അത് കണ്ട് സാക്കുറ ഫുള്ള് തെറിച്ച് പോകും. സാക്കുറക്കാണെങ്കിൽ ഇത് കണ്ട് അതിശയപ്പെടുകയും ചെയ്യും. നറൂട്ടോ സാസ്കെ അവിടെ ഛർദ്ദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ തേർഡ് ഹൊക്കാഗെ എല്ലാ ടീച്ചർമാരെയും വിളിച്ച് ഓരോരോ ടീമാക്കി ഒരു ടീച്ചർക്ക് 3 കുട്ടികളെന്ന രീതിയിലാക്കും. നമ്മളെ സസുക്കേൻ്റെ ടീമിൽ ആരൊക്കെ ആവുമെന്നായിരിക്കും ആലോചിക്കുക. ആദ്യം തന്നെ സാക്കുറേൻ്റെ പേര് വിളിക്കും. അത് കഴിഞ്ഞ് നറൂട്ടോൻ്റെ പേര് വിളിക്കും. സാക്കുറയും നറൂട്ടോയും ഒരു ടീമിലാവുമ്പോഴാണെങ്കിൽ അതിൽ സാസ്കെ, അങ്ങനെ സാസ്കയും സാക്കുറയും നറൂട്ടോയും ഒരു ടീമിലായിരിക്കും ഉണ്ടാവുക. ഇത് കണ്ടിട്ടാണെങ്കിലോ ഈനോക്കാണെങ്കിൽ കലി കയറും. സാസ്കേൻ്റെ ടീമിലല്ലേ സാക്കുറ ആയത്, അതിൻ്റെ കലിയാണ്. പിന്നെ നറൂട്ടോയുടെ ഏതോ ഒരറ്റത്ത് പോയിരിക്കുമ്പോഴാണ് അടിയിൽ സാസ്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുക. കട്ട് ചെയ്താൽ പിന്നെ ഈനോനെയാണ് കാണിക്കുക. ഈനോ ആണെങ്കിൽ തൻ്റെ ടീമിലുള്ള പോലെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ തിരിച്ചും കുറ്റം പറയും.
പിന്നെ നറൂട്ടോ ചെന്ന് സാസ്കേനെ എടുത്ത് അടിക്കാൻ തുടങ്ങും. അത് കണ്ട് ഈനോ അത് കാണും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് സാസ്കെ ഇറങ്ങി വരും. ഈനോ വിചാരിക്കും സാസ്കെ അവനെ അടിച്ചിട്ടായിരിക്കും നടന്നിരുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ സാക്കുറ സാസ്കെനെ കുറച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ അതാ മുമ്പിൽ സാസ്കെ വന്നാണ്ട് സാക്കുറൻ്റെ അടുത്ത് ചെല്ലും. സാക്കുറൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നിനക്ക് നറൂട്ടോനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്. സാക്കുറാണെങ്കിൽ അവൾ വല്ലാത്ത ചെക്കനാണ്, മറ്റേതാണ് മറിച്ചതാണ് പറയുമ്പോൾ സാസ്കെക്കാണെങ്കിൽ വയറിന് ഭയങ്കര പ്രശ്നം. അപ്പോഴാണ് മനസ്സിലാവുന്നത് സാസ്കെ അല്ല, ഇത് നറൂട്ടോയാണ് വേഷം മാറി വന്നതെന്ന്. കയറെ കഴിച്ച് എങ്ങനെ സാസ്കെ ഇവിടെ എത്തുമ്പോൾ സാസ്കെ ചോദിക്കും, നീ നറൂട്ടോനെ കണ്ടോന്ന്. അപ്പോൾ സാക്കുറ പറയും, ആ വികൃതി ചെക്കനല്ലേ, അവൻ അച്ഛനും അമ്മ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സാസ്കെക്കാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെടില്ല. നിനക്ക് ഒറ്റപ്പെട്ടതിൻ്റെ വിലയറിയില്ല എന്നൊക്കെ പറയും. ഇവളാണെങ്കിൽ നറൂട്ടോ ആണെങ്കിൽ ഇറക്കി വെച്ച് പുറത്തേക്ക് ഓടുമ്പോൾ അത് സാസ്കെ മുമ്പിൽ ഓനൊരു 5-6 ക്ലോണിനെ ഇറക്കി സാസ്കെനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാത്തിനും വയറുവാനെടുക്കും. എല്ലാവരും ബാത്റൂമിൽ പോകാൻ വേണ്ടി തല്ലുകൂടും. ഇവിടെ ആണെങ്കിൽ സാക്കുറ ആണെങ്കിൽ എങ്ങനെ സാസ്കെനെ ഇമ്പ്രസ് ചെയ്യാമെന്ന് ആലോചിക്കാവും. നറൂട്ടോ വൈസ് ഇമ്പ്രസ് ചെയ്യാമെന്ന് ആലോചിച്ചാൽ നറൂട്ടോ ആണെങ്കിൽ പിന്നെയും വയറിളകി ഓടും. ഇതൊക്കെ കണ്ട് സാക്കുറക്കാണെങ്കിൽ കല്ലി കയറും. നറൂട്ടോ ആണെങ്കിൽ ഇറക്കി ഓനൊരു ഭാരമായി മാറി. ഇതോടുകൂടി 1, 2, 3 എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, ഇറ്റ്സ് മീ ആനിമി കിങ്.